ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് ലോകത്തിലെ തന്നെ തൂക്കുപാലങ്ങളിൽ 2ാം സ്ഥാനത്തുള്ള പുനലൂർ തൂക്കുപാലത്താണ്. കേരള ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലും ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലവും എന്നറിയപ്പെടുന്നതാണ് പുനലൂർ തൂക്കുപാലം. കല്ലടയാറിൻ്റെ ഇരു കടകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത്. ഇത് 1877 പണി കഴിപ്പിച്ചിട്ടുള്ളത്. 400 ഫീറ്റ് നീളവും 20 ഫീറ്റ് വീതിയും ഇതിനുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തൂക്കുപാലമാണിത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാജവർമ്മയുടെ കാലത്താണ് തൂക്കുപാലത്തിൻ്റെ ആശയവും ഉടലെടുക്കുന്നത്. പിന്നീട് നാണുപിള്ള ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയെ തൂക്കുപാലത്തിൻ്റെ പണി ഏൽപ്പിക്കുകയും 1880 പൊതുഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു. നമുക്കിനി പാലത്തിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ച് നോക്കാം. കരിങ്കല്ലിൽ കെട്ടി ഉയർത്തിയ 2 ആർച്ചുകൾക്കുള്ളിലൂടെ കടത്തിവിട്ട 2 കൂറ്റൻ ചങ്ങലകളിലാണ് പാലം തൂക്കിയിട്ടിരിക്കുന്നത്. 2 ചങ്ങലകളും ആറ്റിൻ്റെ 2 കരകളിലും ഉള്ള 4 കിണറുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ചങ്ങലകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് ചട്ടകളിൽ ഉറപ്പിച്ചിരിക്കുന്നത് തേക്കിനേക്കാൾ ഈടുള്ളതും ചിതൽ കയറാത്തതും ഇന്ന് പല വീട്ട് ഉപകരണം ഉണ്ടാക്കുന്നതിനും വാഹനം നിർമ്മിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന തമ്പകം എന്ന മരത്തിൻ്റെ പലകൾ കൊണ്ടുള്ളതാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് വാഹന ഗതാഗതം വരെ സാധ്യമായിരിക്കുന്നത് എന്നുള്ളത് ഒരു എഞ്ചിനീയർ വിസ്മയം തന്നെയാണ്. ഇങ്ങനെ ഒരു തൂക്കുപാലം ഇവിടെ നിർമ്മിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ആറിൻ്റെ ഒരു വശത്ത് മനുഷ്യവാസവും മറുവശത്ത് കാടുമായിരുന്നു. വന്യജീവികൾ ഈ നടന്നു കയറുമ്പോൾ പാലം ഇളകുകയും അതിനാൽ അത് പേടിച്ച് പിന്മാറുകയും ചെയ്തു. അതിനാലാണ് ഇങ്ങനെ ഒരു തൂക്കുപാലം ഇവിടെ നിർമ്മിച്ചത്. അന്നത്തെ ഏകദേശം ഒരു 3 ലക്ഷം രൂപ ചിലവിലാണ് ഈ തൂക്കുപാലം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു എഞ്ചിനീയർ വിസ്മയം തന്നെയാണ് ഗൈസ്. ഇപ്പോൾ ഇത് സഞ്ചാരയോഗ്യമല്ല. അടുത്തു തന്നെ പുതിയതായി പാലം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്